Why we have memory? To understand whatever is happening around. To know how things are happening around you. How things are happening within you. Awareness. Awareness will give you the clarity of your existing body. It's the most beautiful thing. ഇതെപ്പോഴും വളരെ മനോഹരമായിട്ട് നിരന്തരം ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. It's not for any particular person. This is for everyone. For everyone in the whole world, wherever we go, for the human beings, animals, plant life, everything is connected similarly. The same pattern. നമുക്ക് തോന്നിയാസം ഒരാൾ വിചാരിച്ചാൽ വേറിട്ടൊരു ഭാഗം ഉണ്ടാക്കിക്കൊണ്ടുവരാനൊന്നും പറ്റത്തൊന്നുമില്ല. മനുഷ്യരും ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാം ഇതുപോലെ തന്നെ ഒരേ ട്രാക്കിലാണ് വരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. So it is very simple. Living is very simple. How it is simple? Because this is how the process is happening. Once you know the process, and that once is enough to be with that oneness. If you know the truth, if you are aligned with the truth, then of course, the truth will set you free. Not your imaginations. The truth will set you free. Your attachment with the truth is not a suffering. Your attachment with anyone is going to be suffering. Attachment with the truth is not going to be a suffering. It's going to give you the most glorious experience and continuous experience. No doubt about the truth. Sorry, Mashe. നമ്മൾ മലയാളം പറഞ്ഞാൽ തന്നെ നമ്മൾ തപ്പിത്തടഞ്ഞ ഞാൻ പറയാൻ വരും. അപ്പോൾ താങ്കൾ ഇതുപോലെ അറബി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് കേട്ടാലും നമ്മൾക്ക് കേൾക്കുന്നു. ശബ്ദമുണ്ട് അവിടെ, അല്ലേ? ആ ശബ്ദം അതിന് അർത്ഥം കൊടുക്കാതെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യവാൻ. അത്രയും നിങ്ങൾക്ക് ജോലി കുറഞ്ഞു. ഇത് അർത്ഥം കൊടുത്ത് പിന്നെ ചെയ്യേണ്ട ഈ അർത്ഥം എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. ഈ അർത്ഥം കൊടുത്തിട്ട് ഈ അർത്ഥം എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അർത്ഥം ആദ്യമേ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭാഗ്യമല്ലേ? If you cannot give meanings to the words, well, you are fortunate. First you have to give meaning, then you have to take away the meaning. Yeah, that is the process of creation. So it is better not to understand. Just listen to the sound of music. അർത്ഥം കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എളുപ്പമായി അല്ലേ? സല ഗുഡ ജഗല ഗവത മഗത കുട്ടുകത കാല ഭഗത കഥാന്ത കാന്ത ഗന്ധ ചന്ദ്രു ഗന്ധിതി കാലത കദംബത കടകഥ തക്കത തിക്കത കഥ കഥ മത്ത കഥക. Yo también me voy a poner a hablar español, Sebastián. Yes. So if you don't understand anything, there's no problem. Your problem starts when you understand. Oh, I know what you have done. I know what you have done, and I'm suffering what you have done. Why should I suffer what someone has done? Why should I suffer what someone has said? So this is a problem. മറ്റൊരാൾ ചെയ്ത പ്രവൃത്തി കണ്ട് നമ്മൾ അസ്വസ്ഥനാകുന്നു. അയാളല്ലേ പ്രവർത്തിച്ചത്, നമ്മളെന്തിനാ അസ്വസ്ഥനാകുന്നത്? മറ്റൊരാളല്ലേ പറഞ്ഞത്, അതിൻ്റെ പേരിൽ നമ്മളെന്തിനാ അസ്വസ്ഥനാകുന്നത്? ഒരാവശ്യമില്ല. ഇവിടെയാണ് നമ്മുടെ ഫ്രീഡം. Who will give you freedom? A truth will give you freedom. Your images, your imagination, your dream will not set you free. Only truth will set you free. What is truth? Whatever is making us possible is the truth. Whatever is making us possible is the truth. Nothing else. Our truth. Oh, this is my truth. I am connected with my truth. My truth is making me possible. എൻ്റെ സത്യമല്ലേ എന്നെ സൃഷ്ടിക്കുന്നത്. എൻ്റെ സത്യത്തിൽ എനിക്ക് സംശയമുണ്ടോ? എന്നിൽ എന്നെ ഞാനാക്കുന്നത് എന്താണോ അതാണ് എൻ്റെ സത്യം.
എൻ്റെ സത്യത്തിന് യാതൊരു കാരണവശാലും ഒരു തകരാറുമില്ല. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ സത്യത്തെയാണ്. എൻ്റെ സത്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആകണ്ടേ, എൻ്റെ സങ്കല്പത്തിൽ ജീവിക്കാൻ പറ്റുമോ? എൻ്റെ സ്വപ്നത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ ആശ്രയിക്കേണ്ടത് എന്താണ്? സത്യത്തെ ആശ്രയിക്കണം. ഇവിടെ മനുഷ്യൻ കൃഷ്ണനെ ആശ്രയിക്കുന്നു, അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു. ജീവിതമില്ല. സത്യത്തെ ആശ്രയിക്കൂ. സത്യമാണ് ഈശ്വരൻ. സത്യത്തെ ആശ്രയിക്കൂ. അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ അടിയും വഴക്കും യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നു. കൃഷ്ണൻ്റെ പേരും പറഞ്ഞ് നടന്ന് രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് അവിടെയും ഉണ്ടാകുന്നു. സത്യത്തെ ആശ്രയിച്ചാൽ സത്യം നിങ്ങളെ മോചിപ്പിക്കും. അധികാരി സത്യമല്ല, സത്യം അധികാരിയാണ്. ട്രൂത്ത് ഈസ് ദ അതോറിറ്റി. അതോറിറ്റി ഈസ് നോട്ട് ദ ട്രൂത്ത്. Authority can never be the truth. Truth is the authority. Truth will set you free. Now, freedom will never give you freedom, but truth will give you freedom. Freedom can never give you freedom. You longing for freedom, you will end up in more problems. So never long for freedom. Long for the truth. Your focus should be into the truth, not into the freedom. Why should we need freedom? Because we are struggling, we are suffering. That's why you long for freedom. And your freedom will give you only problems, but truth will not give you problems. സത്യം നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങൾ മോചനത്തിന് വേണ്ടിയിട്ട് എവിടെയെല്ലാം പോയാലും നിങ്ങൾക്ക് ദുഃഖവും ദുരന്തമേ ഉണ്ടാകത്തുള്ളൂ. അത്രേ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. സത്യത്തെ എങ്ങനെ മനസ്സിലാക്കും? നമ്മളിലുണ്ടാകുന്ന അനുഭവത്തിന് കാരണം സത്യമാണ്. നമ്മളിലുണ്ടാകുന്ന അനുഭവത്തിൻ്റെ തുടർച്ച സത്യമാണ്. നമ്മളിലുണ്ടാകുന്ന അനുഭവം നിലനിൽക്കുന്ന ഭാഗം എപ്പോഴാണ് കണ്ടെത്തുന്നത്? അതാണ് സത്യം. സത്യം വിദൂരത്തിലല്ല, സത്യം ഒളിഞ്ഞിരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കറകൾ കൊണ്ട് സത്യം മറഞ്ഞു പോകും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് സത്യം മറഞ്ഞു പോകും. The truth is hidden behind our ambitions, behind our motivations, behind our decisions. The truth is only hidden behind our decisions. Why we have taken decisions? Because we have truth now within us. Using the truth in a most awkward way, we are attached to something which is not desirable. So set yourself free from your own thoughts and ambitions and greed, so that one may enjoy the beauty of creation continuously. വളരെ എളുപ്പമാണ് എല്ലായ്പ്പോഴും. വയലാറിന്റെ ഒരു വരിയുണ്ടേ, പഠിക്കോ. സ്വർണ്ണ പാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. അതെ അല്ലേ? ബന്ധനം ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അല്ലേ? ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ഇങ്ങനെ കവികൾ അങ്ങനെ പലതുമൊക്കെ പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പാട്ട് കേട്ടിട്ടൊന്നും നമ്മളെന്ത് വന്നാലും ബന്ധനം തന്നെ പാരിൽ. ഒരു കാരണവശാലും നമ്മൾ കൂട് തുറന്ന് പുറത്തോട്ട് ഇറങ്ങത്തില്ല. കാരണം ഞാൻ സ്വർണ്ണക്കൂട്ടിലാണ്. ഞാൻ സ്വർണ്ണക്കൂട്ടിൽ കിടന്ന് മരിക്കും. I am in the golden cage of my dreams. And price of the gold is increased every day. Yes. I am wasting myself every moment in this golden cage of my dreams. I am in the golden cage of dreams. Oh, I am dreaming wonderful. But I am suffering. My dreams are wonderful. But I am experiencing suffer. I am experiencing problems. Day after day, moment after moment, I am having agony. But still, my decision, my arrogance, my proud of my decision. I'm being proud of my own decision. And I'm suffering my own decision. Never let go. If you could let go of all your decisions, your truth will not let you go. Never will. The truth will set you free. But one's keen attention is making one's own decision flourish, and you are suffering.
You are in the fry pan and your dreams are in the paradise. You are in the fry pan and your dreams in the paradise. Good. Well, it's up to you. It's not to fixing your dreams, not to fix anything. Everything is fixed perfectly. എല്ലാം മനോഹരമായിട്ട് വളരെ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ച് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് ഇത്രയും മനോഹരമായിട്ട് സംവിധാനത്തിൻ്റെ ഒരു അംശം പോലും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ സഫർ ചെയ്യണത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അവൻ്റെ തീരുമാനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതകാലം മുഴുവനും നരകിക്കുന്നു അല്ലേ? എത്ര സുന്ദരമാണ്. നിങ്ങളുടെ ഒരു കൺപോള എടുത്തു നോക്ക്. അറിയാറുണ്ടോ? നമുക്കൊരു കൺപോളയുണ്ടല്ലേ? എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ കൺപോള? കൺപോള, നിങ്ങളെ ഉറക്കിക്കെടുത്തുന്ന കൺപോള എത്ര മനോഹരമായിട്ട്, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ബാഹ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് കൺപോള. അറിയാമോ? It's working continuously. Your eyelids are working continuously, non-stop. And you are never aware that your eyelids are working so frequently, so wonderfully, so beautifully to keep you cleansed. Yes. You focus and see how beautifully it is active and it is working perfectly. Any time, any dust or anything unwanted come to your eyes, it is working perfectly. It's performing beautifully. And one is not aware of that performance. And many such wonderful things are working beautifully always. We are not aware of the beauty of creation happening continuously. നമ്മുടെ ഉള്ളിലും ഇതുപോലെ നിരന്തരം മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സവിശേഷതകളുണ്ട്. നമുക്ക് നാശം വരാതിരിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇതിന് എതിരായിട്ടാണ്. We are working always against this beauty of creation. See, even though your eyelids are keeping away all the unwanted, you are creating unwanted dreams so that your eyelids may not operate. Your eyelids cannot do anything. You are inviting bad dreams. You are inviting bad ambitions so that your eyelids cannot block that. So you are trying to oversmart the process of creation and you are creating unwanted dreams, ambitions, greed. And you are suffering again. Your eyelids is working to maintain that comfort, maintain that glory, maintain that beauty, but you are too smart. And your smartness is actually destroying the quality of living. അല്ലേ? നമ്മുടെ കൺപോള നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തുമ്പോൾ നമ്മുടെ കൺപോളക്ക് പിടികിട്ടാത്ത രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തി നമ്മുടെ ഉള്ളിൽ ദുർസ്വപ്നങ്ങൾ നിറച്ച് നമ്മൾ ദുരന്തം വീണ്ടും അനുഭവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വലിയ വിദഗ്ധനാണെന്ന് സ്വയം പറഞ്ഞ് നശിക്കുന്നു. എൻ്റെ വിദഗ്ധത എന്നെ ഈ പ്രപഞ്ചം അറിയിക്കാതെ കൊന്നുകളയുന്നതിനാ, മറ്റൊന്നിനുമല്ല. മൈ സ്മാർട്ട്നെസ് ഈസ് only to kill me, only to destroy me. I am using my own power against my beauty of creation. Nothing else. This is the only thing that one is doing on one's own level, with the dreams, with all the secrets. All the secrets, I know how to manage this one, I know how to manage that person, but you don't know how to manage yourself. You can manage many people, but life is managing us wonderfully. You manage other people and you suffer the beauty of living. Don't try to manage anyone. Just try to see how life is managing yourself so that one can definitely enjoy the beauty of creation.
നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ സൃഷ്ടി നിയന്ത്രിക്കുന്ന ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. സൃഷ്ടി നിരന്തരം അനായാസം നമ്മളായിട്ട് മനോഹരമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്ക് എതിരെ പ്രവർത്തിച്ചു. സൃഷ്ടിക്ക് ഒരു കോട്ടവും വരാതെ നമുക്ക് മാത്രം കോട്ടം വന്ന് നമ്മൾ നശിച്ചു പോകുന്നു. ഒരിക്കൽ പോലും സൃഷ്ടിക്ക് ഒരു കോഷ്ടവും വന്നിട്ടില്ല. അതുകൊണ്ട് രാവും പകലും തണുപ്പും ചൂടും വേണ്ടതെല്ലാം ഇവിടെ സമർത്ഥമായിട്ട് എന്നും നിൽക്കുന്നു. സമർത്ഥമായിട്ട് പ്രപഞ്ചം നിൽക്കുമ്പോൾ നമ്മൾ ഒരു സമൃദ്ധിയും അറിയാതെ ദുഃഖിച്ച് ദുരന്തം വന്ന് മരിച്ചു പോകുന്നു. എന്തൊരു വിരോധാഭാസം! ആര് സൃഷ്ടിച്ചു വിരോധാഭാസം? നമ്മുടെ സ്വപ്നം കൊണ്ട് മാത്രം. ശരീരത്തിൻ്റെ വൃത്തിയിൽ നിന്ന് മാറി അല്പനായി അല്പത്തരം കൊണ്ട് മാത്രം നശിച്ചു പോകുന്നു. അല്പത്തരത്തിൽ കേമത്തം. എന്ത് കാര്യത്തിനാണ്? As you look into the beauty of creation, you can see only the glory and it's working continuously. Never ever you can see a glitch in the process of creation. In the process of creation, the continuity is definite and beautiful and the intelligence is perfect. The only thing one should do is give attention. Give attention to that continuous glory of creation. Give attention. It lacks nothing. It needs nothing. Attention. You have the power to give attention. To give attention, we don't have to seek anywhere. Within us, we have the power to give attention. Attention is the only thing necessary to maintain one's life in the most beautiful way possible. Everything will come along. Attention will give you everything. The capacity to give attention is within everyone. There's no scarcity for attention. It's very simple, and simple is always powerful. That oneness is the only thing that the universe is demanding us. Universe is demanding to maintain that oneness, nothing else. Simply maintain the oneness so that universe may work for us continuously. We can stop working and universe will work for us. When there is duality, then you have to start working for it. When you are maintaining that oneness, everything is working for that oneness. It's quite simple. Which is more relevant for anyone? Your attention will show you what is more reliable. Nothing else. It's not a matchmaking. It's simply whatever it is. That's it. It's so simple, so beautiful that you are unaware. You have to be conscious. That's the reason that consciousness is very important. The consciousness is very important. Consciousness is the only thing to give you the clarity of the continuity. Not with your mind. Mind will never give you continuity, but consciousness will give you continuity. When you maintain attention for a period of time, you will have that conscious capacity to understand how things are happening always. Not with your mind. Mind is not the apt tool to define how life is working. Consciousness is the tool of understanding how creation is continuously happening without any glitch, without any problem. Consciousness is the only criteria. Consciousness is the only a reliable source to maintain one's life continuously. With your mind, it is not possible. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു കാരണവശാലും തുടർച്ചയായിട്ട് ഇത് സാധ്യമല്ല. നിങ്ങളുടെ ബോധം കൊണ്ട് മാത്രമേ. ബോധം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനപരമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രദ്ധയിലൂടെ മാത്രമേ ബോധവുമായിട്ടുള്ള ബന്ധത്തിൽ തെളിഞ്ഞെത്തത്തുള്ളൂ. വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെടുന്നത് നിങ്ങളായിട്ടിരിക്കാൻ മാത്രമാണ്. നിങ്ങളായിട്ടിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് മാത്രം വിലയിരുത്തിയാൽ മതി. അത് മറ്റുള്ളവരുടെ ആരുടെയും ശുപാർശ കൊണ്ട് സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ ശരിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിഞ്ഞ് വിലയിരുത്തി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളുടെ ശരിയും സത്യവും ജീവിതവും. അതിൽ ഒരിക്കലും ആശങ്കാവഹമായിട്ടുള്ള സ്വപ്നമോ ദുർമോഹങ്ങളോ ഒന്നും കടന്നു വരാനുള്ള ഒരു സാധ്യതയുമില്ല. അത്ര മനോഹരമായിട്ടാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ നോക്കിയാലും അതിൻ്റെ സവിശേഷത മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരത്തുള്ളൂ. You look at your body from any part of your body, it is working perfectly and continuously and beautifully. The intelligence is working from any part of your body perfectly. Any part of your body. If you can give attention to any part of your existence, you can see the intelligence is connected with the intelligence and continuously connected with the intelligence, and it is working always.
So there is nothing to be disappointed. There is nothing that is giving us problems. As we look into the truth of the creation, it is working continuously and peacefully for nothing. Again, it is working for nothing. So there is nothing to seek. We are soaked with everything that is required. So comforting is living. Living is not dangerous. Living is not a disaster. Living is always wonderful. എന്ത് എളുപ്പമാണെന്നറിയാവോ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവനവനാകാനുള്ള കാരണങ്ങളെ മാത്രം പരിശോധിച്ചാൽ മതി. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാകുന്നില്ല. നമ്മളുടെ ഉള്ളിൽ ഡ്യൂപ്ലിക്കേഷൻ ഒരു കാരണവശാലുമില്ല. ഇതൊന്നു മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രം നിലനിൽക്കാനുള്ള സ്പേസേ അവിടെ ഉള്ളൂ. There is space only for that oneness. There is no other space. You cannot bring anything else into yourself. That oneness is the only possibility. If you long for someone to be dear you, no. Your dearness is only for that oneness. You can never attract anyone into your life. Only whatever life is attracting is possible. So your dreams, when your dreams are shattered, oh, be happy. Because your dreams are from your stupid mind. So don't get frustrated when your dreams and ambitions and goals, everything is shattered. You are connected with the beauty of creation immediately and powerfully connected, which will never get shattered. So it is good to have your dreams shattered so that you may you may get connected with the core of the creation, that which is happening always. Symbol is always powerful. Even while you're sleeping, the beauty of creation is continuously happening. So when you wake up, what is the problem? Many things unwanted is waking up together with you. Your dreams are also waking up. So don't connect yourself with your dreams. Dreams is only trying to duplicate something which is not substantially able to maintain in this given space. So don't focus on your dreams. Focus on the sense. That feel, within the field we are having the feel. The field is always, the feel is always. So whatever is always comforting, soothing. What more? Always more is the truth. More means the truth. What more? The truth more. Nothing else. We always are with the truth. So if there is something more, then truth is there. That's all. Nothing else. If you're seeking something more, well, it should be the truth. Nothing else. More people? No, more truth. More people means more truth. That's all. Anything more, truth is more. Nothing else. And it is beautiful. And it's always. സത്യമാണ്. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സത്യം കുറച്ചുകൂടി കൂടുതലായിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. കുറച്ചുകൂടി കൂടുതൽ സത്യം കൂടുതലായിക്കോട്ടെ, എന്താ കുഴപ്പം? സത്യം എത്ര കൂടിയാലും ഒരു കുഴപ്പവുമില്ല. വേറെ എന്തെങ്കിലും കൂടിയാൽ കുഴപ്പങ്ങളേ ഉണ്ടാകത്തുള്ളൂ. So if you need something more, let it be the truth. So you work, keep on working. For what? For the truth. You keep working for the truth. Nothing wrong can happen. പണിയെടുക്കും തോറും സത്യം തെളിഞ്ഞു വരുന്നു. മറ്റൊന്നും ആവശ്യമില്ല. സത്യം തെളിഞ്ഞിരുന്നാൽ വേണ്ടതെല്ലാം എല്ലായ്പ്പോഴും ആഹാ അല്ലേ? സത്യം തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. The truth is always vivid. Nothing wrong can happen within the truth. Outside the truth, the same thing is happening. See, you go outside the truth, what you can see? There is also the truth. You try to go outside the truth. Can you separate yourself from the truth? Never can. If you are connected with the truth, whatever you do, it is the truth only. Wherever you go, you are going with the truth. Because you cannot separate yourself with the truth. Once you are aligned with the truth, wherever you go, whatever you do, you will be always working with the truth only. No possibility to disengage with the truth. If you are connected with the real truth, the truth is wherever you are going, whatever you are doing the truth. No possibility of separation. Never possible. That is the power of truth. Whether you're upside down or this side, that side, with anyone, you are always with the truth. You are having many people, you are having billions and billions of dollar or whatever it is. Still, the truth is making it possible.
Truth, nothing else. You can see only the truth. You are not focusing on counting the money. You are not focusing on how many people are praising you. Because you are always, everything you are seeing it as the truth. Everything that you touch is the truth. നിങ്ങൾ എന്ത് തൊട്ടാലും അത് സത്യമാണ്. എന്ത് കണ്ടാലും അത് സത്യമാണ്. എന്ത് കിട്ടിയാലും അത് സത്യമാണ്. എത്ര കോടികൾ നിങ്ങൾ സമ്പാദിച്ചാലും അതും സത്യമാണ്. സത്യമല്ലാത്തത് ഒന്നുമില്ല. ഒന്നുമില്ലേലും സത്യം തന്നെയാണ്. അതും സത്യമാണ്. ഒന്നുമില്ലാത്തതും സത്യമാണ്. എന്തുണ്ടെങ്കിലും അത് സത്യമാണ്. എല്ലാവരും ഉണ്ടെങ്കിൽ സത്യമാണ്. ആരുമില്ലേലും അത് സത്യമാണ്. എങ്ങനെയായാലും സത്യമാണ്. എന്തായാലും സത്യമാണ്. പിന്നെ വേറെ എന്താണ്? അതാണ് സത്യം. സത്യം എല്ലായ്പ്പോഴും. ദ ട്രൂത്ത് ഈസ് ഓൾവേസ്. ട്രൂത്ത് നെവർ ഹാവിങ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എ ഫിനിഷിംഗ് പോയിന്റ്. ട്രൂത്തിന് ആരംഭവുമില്ല, അവസാനമില്ല. സത്യത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. എവിടെ നിന്ന് തുടങ്ങി അറിയത്തില്ല. എവിടെ അവസാനിക്കാനാണ് അറിയത്തില്ല. അറിയേണ്ട ആവശ്യമില്ല. ആർക്കാ അറിയേണ്ടത്? സത്യം എവിടെ നിന്ന് തുടങ്ങി ആർക്കറിയണം? ആർക്കാണ് അങ്ങനെ ഒരു താല്പര്യമുണ്ടാകാനുള്ളത്? ആർക്കും അങ്ങനെ അതൊരു താല്പര്യമുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. Who needs to know where the truth has started? No. The truth will never give you such a stupid question. Never. Truth will never give you any questions. സത്യം നമ്മൾക്ക് ഒരു ചോദ്യവും തരത്തില്ല. ഒരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. കാരണം സത്യത്തിന് സത്യം മാത്രം മതി. ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ദിസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് വണ്ടർഫുൾ വേ ഓഫ് ലിവിങ്. ബി വിത്ത് ദ ട്രൂത്ത്. ഹൗ ക്യാൻ വൺ അറ്റൈൻ ദ ട്രൂത്ത്? എങ്ങനെ സത്യത്തെ അറിയാൻ പറ്റും? പ്രവർത്തിക്കുക, ഫലമിച്ഛിക്കാതെ. പ്രവർത്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഫലമിച്ഛിക്കാതെ. കീപ്പ് ഓൺ വർക്കിംഗ് വിത്തൗട്ട് എനി remuneration, without any reward. Don't go for any reward. Keep working. Your reward is blinding you, and you are caught with your rewards. Oh, you got this, I have this, I have many things in my possession, and you lost the truth, your connection with the truth. Once you connect with the truth, then you will never get disappointment your whole life. You will never ever have to be disappointed. Your appointment is with the truth, so that everything is perfectly functioning. For millions and millions of years, the truth is making everything possible. We cannot do anything. Truth is doing everything for us. വളരെ എളുപ്പമാണ്. സത്യമാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് മാത്രമേ ശക്തിയുള്ളൂ. നമുക്കൊരു ശക്തിയുമില്ല. സത്യത്തിനാണ് ശക്തിയുള്ളത്. ഇത് വളരെ സിമ്പിളല്ലേ? ഇത്രയും ലളിതമായിട്ടുള്ള സംവിധാനം നമ്മളുടെ അനുഭവത്തിൽ കയ്യിൽ കിട്ടിയിട്ട് ഇതറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തറിഞ്ഞിട്ട് കാര്യമിരിക്കുന്നു? വേറെ എന്തറിഞ്ഞാലും. So you get connected with anything that will destroy the beauty of living. You stay connected with the truth, it will give you everything you wanted. And continuously it will happen. You are bringing everything into you. Because truth is the core. When truth is the core, everything wanted, only the wanted will come. So you don't have to worry about indigestion. Any problems will not happen because you are in the correct position. Your personal space is maintained where it's supposed to be. And everything that is orbiting around you is perfectly giving you a vivid, clear vision of the beauty of creation. Nothing can go wrong in the process of creation. Because it is everlasting. It's working for nothing. Such a beauteous creation. And it's always happening, isn't it? Have you ever seen the creation stopping? Have you ever seen the truth stopping? Never. Day and night, the black and white. If you are not tuned with the truth, focus on the black and white. Focus on the black and white. And focus into the nothingness. Try to gain nothing. Even if you work for a few moments to gain nothing, then there's a possibility of having this clarity of the truth. Work for nothing. If you could do for some time, for 1 minute, try to work for 1 minute. Can you work for 1 minute? Can you work with 1 minute? You might be working for days and days and getting tired. But here I am asking you to work for 1 minute with your wholehearted.
with sincerity, with truthfulness. Work for 1 minute. If you can work for 1 minute, then you can see the beauty. That's enough. Not working for hours and getting tired. Work for 1 minute with a deep sincerity. That's the only thing required to have the beauty of creation brought into your awareness. If you are capable of working for 1 minute, if that's not possible, work for hours and hours and getting tired. Don't stop when you get tired. You're working continuously, getting tired, don't stop. There are things which is working without getting tired within you. Work with that, which is not getting tired. Then again you will see tiredness, but still there are things which is not getting tired within you. Yes, 10 hours, 24 hours I am working and my body is getting tired here and there, okay? Let the tired body stop, but you don't stop. Still there are things working perfectly within you. നമ്മൾ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു, ശരീരത്തിന് ക്ഷീണം വന്ന ശരീരം നിർത്താതെ പ്രവർത്തിക്കുന്ന ശരീരം അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുക, തുടരുക. വീണ്ടും അതേ ശരീരവും വീണ്ടും തളരുന്നു, ക്ഷീണിക്കുന്നു, നിർത്തുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തളരാതെ പ്രവർത്തിക്കുന്ന ശരീരമുണ്ട്. വീണ്ടും ആ ശരീരവും തളരുന്നു, വീണ്ടും അതിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് നിശ്ചലമായിട്ട്, ഒരിക്കലും നിർത്താതെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ശരീരമുണ്ട്. അങ്ങനെ നിങ്ങൾ എത്ര നോക്കിയാലും ഒരിക്കലും നിൽക്കാതെ നിശ്ചലമാകാതെ പ്രവർത്തിക്കുന്ന ശരീരത്തെ കണ്ടെത്താൻ സാധിക്കും. ഒരു കാരണവശാലും നിശ്ചലമാകാത്ത നിരന്തരം പ്രവർത്തിക്കുന്ന ശരീരം, അതിനോട് നമുക്ക് താല്പര്യമുണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഉണ്ടായിരിക്കും, വളരെ വ്യക്തമായിരിക്കും. അതാണ് നമ്മുടെ സത്യം, ഒരിക്കലും നിലക്കാതെ. സോ ഇറ്റ്സ് നോട്ട് ടയർഡ്നെസ് that is deciding. So your attention to go beyond the tiredness will give you the clarity. So don't break when you are getting tired. When your dreams are shattered, don't stop. You go beyond the dreams. All the dreams are gone, all your relationships are broken, but still you are not broke. So don't worry when your dreams are broken. When your friends are going wrong, don't worry. Your heart is not going wrong. Your heartbeat is steady and it's working continuously for nothing. And that nothingness will give you everything. It's not a dream state. It's a real state. സ്വപ്നങ്ങൾ എത്രയോ വന്നാലും മരിച്ചു പോട്ടെ. സ്വപ്നങ്ങൾ മരിക്കുന്നതിൽ ഒരിക്കലും ദുഃഖിക്കരുത്. നമ്മളറിയാതെ നമ്മൾ സ്വപ്നങ്ങൾ മരിക്കുമ്പോൾ ദുഃഖിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കണ്ട. സ്വപ്നം നമ്മുടെ ജീവിതമാകത്തില്ല. ആക്കിയാൽ ദുരന്തങ്ങൾ കൂടത്തേ ഉള്ളൂ. Your dreams will never give you comfort and satisfaction. Let your dreams die so that you may live. So it's nothing. Pain is only because of your dreams are dying. Pain is nothing, the representation of your dreams getting shattered. Every pain, every small pain that you are feeling is from the destruction of your dreams only. So you don't have to worry. You be happy. Your dreams are dying so that you may start living. Isn't it beautiful? Yes, it is beautiful, wonderful. To have clarity of the living. To have the clarity of living, a being is the most wonderful state that one can maintain continuously. For that, what should one do? What can one do? Do that oneness. Be with that oneness. That's the only thing. It's not demanding with force. It's demanding with silence. It's not making any problem. Because it has everything. That oneness has everything. There's no struggle. If you're willing to be with that, well, good, fine. ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ബഹളം വെക്കുന്നില്ല. അത് ശാന്തമായിട്ട്. ആ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ ഒരിക്കലും മറ്റൊന്നിനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. ആരെയും തകർക്കാൻ പറയുന്നില്ല. ഒരു സ്വപ്നത്തിനും കാരണമാകുന്നില്ല. ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ വേണ്ടാത്ത ഒരു കാര്യത്തിലോട്ടും നമ്മളെ കൊണ്ടുപോകുന്നില്ല. ഒരു അവിഹിത ബന്ധത്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. നോക്കണം, എത്ര സുന്ദരമാണ്, വളരെ വിശാലമാണ്. That oneness is not demanding any
any fight, any friction. Oneness is never demanding any friction. So whenever you feel friction, it is not for you. It's not for you. So don't try to pull something unwanted into that oneness. Keep that oneness always clean. That is the process of cleansing. Maintain that oneness for a period of time. Then you will know, okay, how your wakefulness is, what your wakefulness is all about. That wakefulness, the beauty of wakefulness should be brought into awareness. Wakeful and you got many things in your position. That's not wakefulness. You have nothing. In your position, you have nothing. Only whatever is happening. That is the real wakefulness. നമ്മൾ ഉണർന്നു വന്നിട്ട് നമുക്ക് ഒന്നും ഉണ്ടാകരുതും. അതാണ് ശരിക്കുമുള്ള ഉണർച്ച. ഉണർന്നാൽ നമുക്ക് ഒന്നും ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് ഉണർച്ച. ഉണർന്നിട്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളല്ല ഉണർന്നത്, നമ്മുടെ സ്വപ്നമാണ് ഉണർന്നത്. Only in the dream state you have many things. In the real state you have nothing, but you are connected with everything wanted. ഭയങ്കര രസമാണ് എല്ലായ്പ്പോഴും. You're bound with everything. Your bond is with everything, not with anyone or anything in particular. Bound with everything, bond with nothing. Yes. Yes. Simple. സാർ, ഈ നമ്മൾ പറയുന്നതാണ് മായ എന്ന് പറയുന്ന ഭാഗം, അങ്ങനെയാണോ? നമ്മൾ എന്ന് പറയുമ്പോൾ അവിടെ മായയുടെ, അതായത് ടെമ്പററി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന എല്ലാം മായയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ, അതായത് നമ്മൾ കാണുന്നത്, ഇപ്പം ശരത്തുണ്ടെന്ന് ഞാൻ കണ്ടു, അത് മായയാണ്. മനസ്സിലായോ? അത് മായയാണ്. എനിക്ക് വീടുണ്ട്, കാറുണ്ട്, ഇതെല്ലാം മായയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടാന്ന് ചോദിച്ചാൽ ഇതെല്ലാം അവിടെ ഉണ്ട്. അതുണ്ടെന്നുള്ള ഭാഗം എങ്ങനെയാണ് അറിയേണ്ടത്? അതിന് മീൻസ് വേറെതാണ്. മനസ്സിലായ? ഇത് പുറമേ നോക്കി എനിക്ക് കാറുണ്ട്, വീടുണ്ട്, അതെല്ലാം മായയാണ്. പക്ഷേ ഉള്ളതിനെ കാണാനുള്ള കാഴ്ച എങ്ങനെ ഉണ്ടാകണം? വണ്ണസ്സിലാണുള്ളത്, ഡ്യുവാലിറ്റിയിലില്ല. മനസ്സിലായ? ഇത് ഭയങ്കര ട്രിക്കിയാണ്. ആർക്കാ ട്രിക്കി? നമ്മുടെ മൈൻഡിന് ഭയങ്കര ട്രിക്കിയാണ്. For a mind it is very tricky, but you know how to place your mind where your mind should be. When your mind is seated in its right position, then okay, then it's okay. But when your mind is taking over, mind is trying to do everything, then you will never get your freedom, your salvation. You will never know your salvation. So one should know how to keep your mind where it should be. Only when you have a clean kitchen, your living will be beautiful. What does the kitchen do? It prepares food for you. So that food which is giving you cleanliness, that clarity. The kitchen is the way to the heart. Yes, of course. You are preparing food for your existential reality, for your perfect insight. So eat with comfort, with convenience. Cook with, you're cooking. Your body is cooking always. You're cooking. You're cooking. You're cooking your intelligence. You're cooking your own intelligence so that one may sustain in that given space. So you're encountering many things around and you are aware that you are encountering these things and your body will cook so that it may not get affected. You may not get affected. നമ്മുടെ ശരീരം പലതും ചുറ്റുപാടും കാണുന്ന അവസ്ഥയിൽ നിന്ന് പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പാകപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാചകം എന്ന് പറയുന്നത് വെറുമൊരു വാചകമാകരുത്, അത് വാചകത്തിൽ പെട്ടുപോകരുത്. മനസ്സിലായി? അപ്പോഴും നമുക്ക് വേറെ കുറേ വേണ്ടാത്ത വാതകങ്ങൾ വന്നിട്ട് നമ്മൾ ആ വാതകത്തിന് കീഴ്പ്പെട്ടു പോകും, ferment ചെയ്തു. Don't let yourself get fermented. Don't let. The cooking should be perfectly experienced
so that one may enjoy that experience continuously. We are cooking, our body is cooking. What we are cooking should definitely respond to that cooking that is happening within ourselves. It will always have that uniformity. Your body is always cooking, I am cooking, we are cooking, but we are all cooking together. The cooking is in done togetherness, not separate. No separate cooking. We are cooking together. And the body is also cooking, so that one may not encounter any challenges. Such is our body. When we are very sincere to ourselves, your body will start working. Yes, your body will start working. Your body has got innumerable capacity to understand what is going on around. നമ്മുടെ ശരീരത്തിന് നമ്മുടെ പരിസരത്ത് നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ട്. നമ്മൾ കണ്ടില്ലെങ്കിലും ശരീരം കാണും. നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മുടെ ശരീരം കാണും. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ. മനസ്സിലായോ? ഇതിനുള്ളിലോട്ട് കയറിയാൽ വാതിൽ ചെറുതാണ്, ഉള്ളിലോട്ട് കയറിയാൽ വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ് ഉള്ളിലോട്ട് കയറിയാൽ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒട്ടനേകം പാചകങ്ങൾ നടക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇൻസൈഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് വർക്കിംഗ് ഏർണസ്റ്റ്ലി, കണ്ടിന്യൂസ്ലി, വിത്തൗട്ട് എനി ഷിഫ്റ്റ്. ഇറ്റ് ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി. Nothing is getting tired. Inner self is working continuously. ഒരിക്കലും ടയേർഡ് ആകാതെ, ഒരിക്കലും ക്ഷീണമില്ലാതെ വർക്കുന്ന ഒരു ഭയങ്കര വലിയൊരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്, ആ പ്രവർത്തനത്തിൻ്റെ സവിശേഷതയാണ് നമ്മൾക്ക് ശരിക്കുള്ള ബന്ധമെന്ന് പറയുന്നത്. The inner corporate which is working continuously is the real relationship. This is a real relationship. If your inner corporation is not connected with your awareness, then your corporate building around is going to be a corporal connection, not going to be a corporate connection. Nothing else. നമ്മുടെ ആന്തരിക വ്യവസ്ഥയുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സവിശേഷത നമ്മളിൽ ഉണർത്തുന്നത് അനന്തമായിട്ടുള്ള സാധ്യതയാണ്. പുറത്ത് കാണുന്ന അവസ്ഥ ഒരു ശവപ്പറമ്പിലോട്ട് നമ്മളെ കൊണ്ടുപോകത്തേ ഉള്ളൂ, വേറെ ഒന്നിങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. എത്രയൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്താലും ആഗ്രഹിച്ചാലും ആഗ്രഹവും ഡിമാൻഡും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവിടെ ഒന്നും സംഭവിക്കത്തില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരിക്കലും കാണത്തുമില്ല.